ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 സംബന്ധിച്ചിടത്തോളം സമൃദ്ധിയുടെ വർഷമായിരിക്കുമെന്ന് കർത്താവ് വളരെ ശക്തമായി ഓർപ്പിച്ചു. 2025 വിശുദ്ധിയുടെ വർഷമായി തീരുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് നിൽക്കുവാൻ സാധിച്ചു. 2026 33 സങ്കീർത്തനത്തിൻ്റെ 17 വാക്യത്തിൽ ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. പല കാര്യങ്ങൾ ഓരോ വർഷങ്ങളിലും ഓരോ ദിവസങ്ങളിലും പ്ലാൻ ചെയ്യും. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴാണ് നമ്മളെ കർത്താവ് വിളിക്കുന്നതെന്ന് അറിയില്ല. നമ്മളെ വിളിക്കുമ്പോൾ കർത്താവിൻ്റെയോടൊപ്പം പോയേ പറ്റൂ. എന്നാൽ ദൈവം സമൃദ്ധി നൽകുന്നത് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടിയാണ്. ജനുവരി 1 വിശുദ്ധ പത്രോസിനെ വിളിച്ച് സഭയുടെ അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയതുപോലെ സഭയാണ് പാറയാകുന്ന ക്രിസ്തുവിൽ ഉറച്ച്. ഇന്നലെ നമ്മൾ ധ്യാനിച്ച വിശ്വാസത്തിൽ മുൻപോട്ട് പോകുമ്പോൾ സമൃദ്ധിയിൽ നടത്തുന്ന ദൈവമുണ്ട്. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. ദാവീദ് രാജാവിൻ്റെ ഓർമ്മയിൽ താൻ ജയിച്ചതൊന്നും തൻ്റെ കുതിരശക്തി കൊണ്ടല്ല, തൻ്റെ പ്രത്യേക ബലം കൊണ്ടല്ല, തൻ്റെ അംഗബലം കൊണ്ടല്ല. ജയിച്ചത് മുഴുവൻ ദൈവത്തിൻ്റെ കരുണയും കൃപയും കൊണ്ടാണ്. വളരെ നന്ദിയോടെ ഓർക്കുമ്പോൾ 2025 ജനുവരി 1 മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ ദിഡുവിഷ്ണുസ് മെത്രാപ്പൊലീത്തയോടൊപ്പം SC പള്ളിയിൽ എൻ്റെ ഒരു സ്നേഹിതൻ അച്ഛൻ്റെ വിവാഹ ശുശ്രൂഷയിൽ ആ ശുശ്രൂഷയുടെ ഭാഗമായി തീർന്ന് തിരുമേനി അനുവദിച്ചനുസരിച്ച് തിരുമേനി ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്ത് പ്രാർത്ഥിച്ചാരംഭിച്ച് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയോടൊപ്പം ഡിസംബർ 29 ആയിരുന്നപ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നടത്തിയ വഴികൾ, അതിനൊന്നും യോഗ്യതയോ അതിനൊന്നും അവകാശമോ ഒന്നുമില്ല. ഒരു കുതിരയോ ഉണ്ടായിട്ടല്ല, ഒരു ശക്തിയോ ഉണ്ടായിട്ടല്ല, പ്രത്യേകമായ ഒരു ബലവും ഉണ്ടായിട്ടല്ല. ദൈവത്തിൻ്റെ കരുണയും കൃപയും കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്, ഈ സമൃദ്ധിയുടെ വർഷമായി തീരുന്നത് നമ്മൾ നന്മ മാത്രം ചിന്തിച്ച് മുൻപോട്ട് പോകുമ്പോൾ ആ സമൃദ്ധി നമ്മളിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് സാധിക്കും. ആ ദൈവീയ സമൃദ്ധിയാണ് സമൃദ്ധി, മറ്റെന്തെങ്കിലുമോ സമൃദ്ധിയല്ല. ഞാൻ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ അത് ഭൗമികമായ കാര്യമാണ്. അതും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം ദാനമായിട്ട് നൽകുന്നതാണ്. അതല്ല, അതിന് ഭാവമാണ്. അതുകൊണ്ട് ഇതെനിക്ക് മാത്രമല്ല, ഇത് കേൾക്കുന്ന ഈ തീക്കനൽ എന്ന ഈ ചാനൽ മറ്റുള്ളവർക്ക് ഒരു ശക്തി പകരുന്നതായി തീരണമെന്നുള്ള ആഗ്രഹത്തിൽ ബലഹീനാകുന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഭയ്ക്കും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളിലും, ഞാൻ പോകുന്ന നിരത്തുകളിലും സ്ഥലങ്ങളിലും ആ ശക്തി പകരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് പോകുന്നത്. ആ ശക്തിയോടെ പോകുമ്പോൾ ആ അപ്പസ്തലിക് ശുശ്രൂഷയുടെ ആ അനുഭവം കാഴ്ചവെക്കുന്നത് പോലെ ആ സമൃദ്ധിയിൽ നിൽക്കുവാൻ ഇത് കേൾക്കുന്ന നിങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നെങ്കിൽ, യേശുക്രിസ്തു ദൈവത്തിനെന്ന് വിശ്വസിച്ച പത്രോസിനെ പോലെയാണെങ്കിൽ, ദൈവദിനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കുർബാന കൊള്ളുന്നവരാണെങ്കിൽ, നിങ്ങളിലേക്ക് ഈ ശക്തി പകർന്ന് നിങ്ങൾക്ക് സമൃദ്ധിയുടെ വർഷമായി, അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിച്ച് സമൃദ്ധിയുടെ ആത്മാവിനെ നിൻ്റെ മക്കൾ നൽകണമേ. ബലഹീനാവുന്ന അടിയനെ ഓരോ ദിവസവും കുടുംബമായിട്ട് നിലനിർത്തി ശുശ്രൂഷയിൽ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഇന്നേ ദിവസം വരെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. 2026 3 ദിനത്തിൽ ദൈവദിനത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരിലേക്ക്, അവരിറങ്ങുന്ന സ്ഥലങ്ങളിലേക്ക്, അവരായിരിക്കുന്ന സ്ഥാനത്തേക്ക് നിൻ്റെ ശക്തി ഇറങ്ങിച്ചെല്ലണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ,
പ്രവാചക സൗന്ദര്യം ചെയ്യുന്നവർ, ശുശ്രൂഷ ചെയ്യുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ലോകമെമ്പാടും വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ രോഗികളുടെ മധ്യത്തിലും ക്ഷീണിതരായിട്ടുള്ളവരുടെ മധ്യത്തിലും ചെയ്യുന്ന വലിയ ശുശ്രൂഷ, ദുഃഖിതരായവരെ ആശ്വസിപ്പിക്കുന്ന ശുശ്രൂഷകൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, കുഞ്ഞുങ്ങൾ, അവർ മാതാപിതാക്കളെ പോലെ മറ്റുള്ളവരെ കാണുവാനും ബഹുമാനിക്കുവാനും, മാതാപിതാക്കളെ ബഹുമാനിച്ച പ്രകാരം സമൂഹത്തിന് അനുഗ്രഹമായി തീരുവാനും, ഒരു പുതിയൊരു ലോകം കെട്ടിപ്പടുക്കുവാനുള്ള ആവേശത്തോടുകൂടി ജീവിക്കുന്ന കുഞ്ഞുങ്ങളാക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീർക്കണമേ. ഞങ്ങളുടെ 7 ഗവൺമെൻറ്റുകളിലുള്ള WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്ഥാപനങ്ങൾ ലോകമെമ്പാടും പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിൽ കർത്താവെ സമൃദ്ധിയുടെ അനുഭവത്തെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാറി മറിഞ്ഞു വരുന്ന ലോക സംസ്കാരങ്ങളുടെയും ലോക വ്യതിയാനങ്ങളുടെയും മധ്യത്തിൽ ഒരു ദൈവ പൈതൽ നിൽക്കുമ്പോൾ ദൈവീയ ശക്തിയോടുകൂടി യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ കുടുംബങ്ങൾക്ക് കൃപ നൽകണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. രോഗികൾക്ക് നീ സൗഖ്യം കൊടുക്കണമേ. പരിശുദ്ധാത്മാവിൽ പട്ടിണി പാവങ്ങളെ നീ പോഷിപ്പിക്കണമേ. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമില്ലാത്തവർക്ക് ആ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ.